അവധിക്കാലത്ത് മുത്തശ്ശിയുടെ വീട്ടിൽ വന്ന ഒരു വികൃതിക്കാരനായ കുട്ടിയുടെ കഥ കേട്ടാലോ? മാധവി മുത്തശ്ശിയുടെ പേരക്കുട്ടികൾ എല്ലാവരും അവധിക്കാലത്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ അവധി കിട്ടുമ്പോ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും വീട്ടിൽ പോകാറുണ്ടോ? മുത്തശ്ശിയുടെ പേരക്കുട്ടികളിൽ മഹാവികൃതിക്കാരനായ ഒരു കുട്ടിയുണ്ടായിരുന്നു. അപ്പു എന്നാണ് അവന്റെ പേര്. ഒരു ദിവസം കുട്ടികൾ മുറ്റത്ത് കളിക്കുന്നതിനിടെ മാവിൻ കൊമ്പിൽ ഒരു കാക്കക്കൂട് കണ്ടു. അത് കണ്ടതും ഞാൻ ആ കാക്കക്കൂട് എടുക്കാൻ പോകുക. അപ്പു പെട്ടെന്ന് തന്നെ മാവിൽ വലിഞ്ഞു കയറി. വേണ്ടപ്പൂ, അതിൽ കാക്കയുടെ മുട്ടയോ കുഞ്ഞുങ്ങളോ ഒക്കെ ഉണ്ടാകും, മറ്റു കുട്ടികൾ പറഞ്ഞു. എന്നാൽ അപ്പു ഉണ്ടോ അത് കേൾക്കുന്നു. അവൻ ചില്ലയിൽ പിടിച്ചു പിടിച്ച് കാക്കക്കൂടിനരികിലെത്തി. അതാ കൂട്ടിൽ 2 കാക്കക്കുഞ്ഞുങ്ങൾ. അപ്പു അവയെ പിടിക്കാനായി കൈ നീട്ടി. പെട്ടെന്നാണ് ഒരു കാക്ക പാഞ്ഞു വന്ന് അപ്പുവിന്റെ തലയിൽ കൊത്തിയത്. എന്റെ അമ്മോ! അപ്പു പെട്ടെന്ന് മാവിൽ നിന്നിറങ്ങി. കാക്ക ക്രാ ക്രാ എന്ന് കരഞ്ഞതും ഒരു പറ്റം കാക്കകൾ പറന്നു വന്നു. അവ അപ്പുവിന്റെ പിന്നാലെ പാഞ്ഞു. അപ്പു ജീവനും കൊണ്ട് ഓടി വീട്ടിൽ കയറി. പിന്നീടുള്ള ദിവസങ്ങളിൽ അപ്പു എപ്പോൾ വീടിന് പുറത്തിറങ്ങിയാലും അവനെ കൊത്താനായി കാക്കകൾ പാഞ്ഞു വരും. നിന്റെ വികൃതി കാരണമാണ് ഇങ്ങനെ പറ്റിയത്. എന്തായാലും മടങ്ങി പോകും വരെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, മുത്തശ്ശി പറഞ്ഞു. മറ്റു കുട്ടികൾ മുറ്റത്ത് കളിച്ചു തിമിർക്കുന്നതും നോക്കി അപ്പു സങ്കടത്തോടെ നിന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.